ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ UK മാലദ്വീപ് സന്ദർശനത്തിന് തുടക്കമായി. സാമ്പത്തിക സഹകരണം, തൊഴിലവസരങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. വർഷകാല സമ്മേളനത്തിന്റെ 3-ാം ദിനത്തിലും പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് കേരളം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ. 6 ദശലക്ഷം പേർക്ക് തൊഴിൽ ലഭ്യമാക്കും വിധം ഇന്ത്യയുടെ വിവര സാങ്കേതിക വിദ്യാ മേഖല അതിശക്തമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാലദ്വീപ് സന്ദർശനത്തിന് തുടക്കമായി. ഇരു രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്താനും സാമ്പത്തിക സഹകരണം, തൊഴിലവസരങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്താനും സന്ദർശനം വഴിയൊരുക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ UKയിലെത്തുന്ന ശ്രീ മോദി UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുമായും ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ UK ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ച നിർണായക ചർച്ചകളും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. 2 ദിവസത്തെ UK പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മറ്റന്നാൾ മാലദ്വീപ്സിലെത്തും. മാലദ്വീപ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 26-ന് നടക്കുന്ന മാലദ്വീപ്സ് 60-ാം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK സന്ദർശനം ഇന്ത്യ UK ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് UKയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിക്രം കുമാർ ദൊരൈസ്വാമി. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ഇരു സമ്പദ് വ്യവസ്ഥകളിലും ഗുണകരമായ സ്വാധീനം ചെലുത്തുമെന്നും ഭാവിയിലേക്കുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു പുതിയ പങ്കാളിത്തം കെട്ടിപ്പടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. Priority, of course, on both sides is to position the relationship for the next 10 years. What are the next big drivers of the relationship? We have jointly identified trade and investment, technology, education and science and research, defense. We are building a new defense partnership also. The free trade agreement would have, we believe, a very important impact on both economies. It will help drive growth in both countries. വർഷകാല സമ്മേളനത്തിന്റെ 3-ാം ദിനമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. രാവിലെ 11 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവും മറ്റ് വിഷയങ്ങളും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇരുസഭകളിലും പ്രതിഷേധമുയർത്തി. പ്രതിഷേധത്തിനിടെ ലോക്സഭയിൽ ദേശീയ കായിക ഭരണനിർവഹണ ബിൽ 2025 കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അവതരിപ്പിച്ചു. പ്രതിഷേധം രൂക്ഷമായതോടെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചെങ്കിലും സഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ ഇരുസഭകളും നടപടിക്രമങ്ങൾ നിർത്തിവെച്ച് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ചുമുള്ള പ്രതിപക്ഷ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകുന്നില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ കായിക ഭരണനിർവഹണ ബിൽ 2025 കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കായിക രംഗത്തെ വികസനത്തിന് പിന്തുണ നൽകുക, കായിക താരങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കായിക രംഗത്തെ പരാതികളും തർക്കങ്ങളും നീതിയുക്തവും ഫലപ്രദവുമായി പരിഹരിക്കുക എന്നതും ബില്ലിന്റെ ഉദ്ദേശലക്ഷ്യമാണെന്ന് ശ്രീ മാണ്ഡവ്യ പറഞ്ഞു. 2022 ദേശീയ ഉത്തേജക വിരുദ്ധ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി ബില്ലും ശ്രീ മാണ്ഡവ്യ ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ആകാശവാണി, ദൂരദർശൻ കേന്ദ്രങ്ങളുടെ നവീകരണത്തിലും വിപുലീകരണത്തിലുമുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. പ്രക്ഷേപണ ഉപകരണങ്ങളുടെ ഡിജിറ്റലൈസേഷനും നവീകരണവും, സ്റ്റുഡിയോ, ട്രാൻസ്മിറ്റർ, അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണം, പുതിയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ലോക്സഭയിൽ അറിയിച്ചു. 2539.61 കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്.
കേരള തീരത്ത് കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിലുണ്ടായ കപ്പൽ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതരായ 1 ലക്ഷത്തിലേറെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് 1000 രൂപ വീതവും 6 കിലോ അരിയും നൽകിയതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. CMFRI നടത്തിയ പഠനത്തിൽ ഈ മേഖലയിലെ മത്സ്യ സാമ്പിളുകൾ സുരക്ഷിതമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. KC വേണുഗോപാൽ MPയുടെ ചോദ്യത്തിന് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് കേന്ദ്ര സഹമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു കേരളം. പൊതുദർശനം ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ തുടരുകയാണ്. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും പുന്നപ്രയിലെ VSന്റെ വസതിയിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. 10,000ങ്ങളാണ് പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആലപ്പുഴ കടപ്പുറത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. VSന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ഇന്ന് നടക്കും. 4 മണിക്കാണ് സംസ്കാരം നിശ്ചയിച്ചിരുന്നതെങ്കിലും ജനത്തിരക്ക് കാരണം വൈകുകയാണ്. പുന്നപ്ര വേലിക്കകത്ത് വീട്ടിൽ അവസാന യാത്രയ്ക്ക് വന്ന VSന്റെ മുന്നിൽ തൊഴുകൈകളോടെ നിറമിഴികളോടെ ഭാര്യ വസുമതിയമ്മയും മകൻ അരുൺകുമാറും കുടുംബാംഗങ്ങളും വിട നൽകി. വീട്ടിലേക്കുള്ള ജനപ്രവാഹം നിലക്കാതെ വന്നപ്പോൾ അവസാനമെത്തിയവരോട് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വരാൻ അഭ്യർത്ഥിച്ച് വിലാപയാത്ര പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നീങ്ങി. തിക്കും തിരക്കും അവസാനിക്കും മുമ്പേ 5 മണിയോടെ വിലാപയാത്ര ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് നീങ്ങി. പുന്നപ്ര വയലാർ സമരമടക്കം നിരവധി ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആലപ്പുഴയുടെ മണ്ണിൽ VSന്റെ വിടവാങ്ങൽ മറ്റൊരു ചരിത്ര സംഭവമായി മാറി. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും തിങ്കളാഴ്ച രാജിവെച്ച സാഹചര്യത്തിലാണ് നടപടി. രാജ്യസഭയിലെയും ലോക്സഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ അംഗങ്ങളെ ഉൾപ്പെടുത്തി ഇലക്ടറൽ കോളേജ് സജ്ജമാക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായ ഉടൻ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. ഇന്ത്യയുടെ വിവര സാങ്കേതിക വിദ്യ മേഖല അതിശക്തമാണെന്ന കേന്ദ്ര സർക്കാർ. രാജ്യത്തെ IT മേഖലയിലെ ആകെ വാർഷിക വരുമാനം $250 ബില്യൺ ആണെന്നും 6 ദശലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. രാജ്യത്തിന്റെ വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കഴിഞ്ഞ വർഷം മാർച്ചിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യ AI മിഷൻ സംരംഭത്തിന് തുടക്കം കുറിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് 20% എത്തനോൾ ചേർത്ത പെട്രോൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യം പ്രതീക്ഷിച്ചതിലും 5 വർഷം മുൻപ് കൈവരിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. 2014 1.5% എത്തനോൾ ചേർത്ത പെട്രോൾ ലഭ്യമാക്കിയിരുന്നതിൽ നിന്ന് ഘട്ടം ഘട്ടമായാണ് 20% എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 698 ലക്ഷം ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗമനം കുറയ്ക്കാനായെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 122 റൺ എന്ന നിലയിലാണ്. യശസ്വി ജയ്സ്വാൾ അർദ്ധ സെഞ്ചുറി നേടി. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ നിലവിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. പരമ്പരയിലെ അവസാന മത്സരം ഈ മാസം 31 കെനിംഗ്ടണിൽ ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 27 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 124ാം പതിപ്പാണിത്. പൊതുജനങ്ങൾക്ക് നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും 18011700 എന്ന ടോൾ ഫ്രീ നമ്പറിലും മറ്റന്നാൾ വരെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാവുന്നതാണ്. നാളെ കർക്കിടക വാവ്. സംസ്ഥാനത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ വാവ് ബലിക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ബലിതർപ്പണത്തോടനുബന്ധിച്ച് വിവിധ ഇടങ്ങളിൽ നിന്നും KSRTC പ്രത്യേക സർവീസ് നടത്തും. പോലീസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാർത്തകൾ പക്ഷഭേദമില്ലാതെ നൽകാനുള്ള പ്രതിബദ്ധത രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്തമാണെന്ന് ആകാശവാണി ഡയറക്ടർ ജനറൽ ഡോക്ടർ പ്രഗ്യ പലിവാൾ ദേശീയ പ്രക്ഷേപണത്തിന് സന്ദേശത്തിൽ പറഞ്ഞു. കാലാകാലങ്ങളായി ആകാശവാണി വാർത്തകൾ സത്യത്തിന്റെ പ്രതീകമായി നിലകൊള്ളുകയാണെന്നും ഡയറക്ടർ ജനറൽ ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രിയുടെ UK മാലദ്വീപ് സന്ദർശനത്തിന് തുടക്കമായി. സാമ്പത്തിക സഹകരണം, തൊഴിലവസരങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. വർഷകാല സമ്മേളനത്തിന്റെ 3ാം ദിനത്തിലും പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു.
അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് കേരളം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ. 6 ദശലക്ഷം പേർക്ക് തൊഴിൽ ലഭ്യമാക്കും വിധം ഇന്ത്യയുടെ വിവര സാങ്കേതിക വിദ്യാ മേഖല അതിശക്തമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.